അന്ന് വന്ന് രാവിലെ പത്രം തുറക്കാൻ നിവൃത്തിയില്ല. അത് മഴയത്ത് നനഞ്ഞിടന്നോണ്ടാണ്, വേലത്തിട്ട് ഉണക്കിയെടുത്താൽ തുറക്കും. തുടങ്ങിയപ്പോഴേ ഉണക്ക കോമഡിയാണ്. ഓരോ വാർത്തകളെന്ന്. വാർത്ത എന്ത് മാമ ഇന്നത്തെ വാർത്ത? ഒരു വാർത്ത, മലപ്പുറത്ത് ഹോട്ടലിലെ കുഴിമന്തി കടയിൽ യുവാക്കൾ കയറി കുഴിമന്തിയിൽ കുഴിയിലെന്ന് പറഞ്ഞൊരു ഹോട്ടൽ അടിച്ചത്. എന്നാണോ എന്തോ ഇനി തുളവടയിൽ തുള ചെറുതായി പോയെന്ന് കേരളം കത്തിക്കുന്നത്. വേറൊരു വാർത്ത, ഇപ്പൊ ഇലക്ഷൻ നടന്നല്ലോ, സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ച് ഈ വിജയിച്ച സന്തോഷത്തില് ഉടുപ്പൂരി കറക്കിയെന്ന്. അത് സിമ്പിൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ, അപ്പൊ ഉടുപ്പൂരി നിർത്തിയത് ഭാഗ്യം. സത്യം പറഞ്ഞ ഇപ്പൊ പത്രം ഉണ്ടല്ല, വായിക്കാൻ തന്നെ പേടിയാണ്. എന്ത് മാമ? ചരമക്കോള കാണുമ്പോഴേ കൂടെ ഉള്ളവരൊക്കെ ഒരു ഓർമ്മ. സത്യം, മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണോടാ? മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. തീരെ വയ്യ അല്ലേടാ രാവിലെ? അല്ല തുടക്കമല്ലേ, ടേക്ക് ഓഫ് ആയതുകൊണ്ട്. എന്താടി ചേട്ടാ ഇതൊന്ന് തുറന്നു തരോ? ഈ തുറക്കാൻ പറ്റാത്ത സാധനമൊക്കെ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പാത്രം തുറക്കണം, തുണി കഴുകണം. വാച്ചാ ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി വാച്ചേട്ടാ, സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്റെ സർപ്രൈസ് ദോഷം പറയല്ലേട്ടാ, എന്റെ ഭാര്യയായിട്ട് പറയും എല്ലാം സർപ്രൈസ് ആണ്. വേറെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് മോളെ? ഞാൻ മൊബൈലില് കണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ഏത് പായസം? അത് സർപ്രൈസ്. പായസം സർപ്രൈസാ? പായസം സർപ്രൈസ്, ഫുൾ സർപ്രൈസ് ആണ് ഈ വീട്ടില്. ഞാനേ അത് പോയി എടുത്തോണ്ട് വരാം. പിന്നെ അമ്മ പുറത്തേക്ക് എങ്ങാനും പോണെങ്കിൽ അത് കുടിച്ചിട്ടേ പോകാവൂ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പോയി എടുത്തിട്ട് വരാം. ശരി 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 ശരി, ഓക്കെ. കൊള്ളാല്ലേ മാമ വാച്ച്? എന്നാ പിന്നെ അവൾ ആ സർപ്രൈസ് പായസം കൊണ്ടുവരുന്നതിന് മുന്നേ ഞാൻ സർപ്രൈസ് ആയിട്ട് കുമാറിന്റെ വീട്ടിൽ പോയിട്ട് നാളെ വന്നു. അങ്ങനെ കൂടുതൽ സർപ്രൈസ് വേണ്ട, കുടിച്ചിട്ട് പോയാ മതി. അത് കുടിച്ച പ്രശ്നമാണ്. എന്ത് കുഴപ്പം? ആ സർപ്രൈസ് കുടിച്ചു കഴിഞ്ഞാലേ നാളത്തെ സൺറൈസ് ഞാൻ കാണൂല. അതവര് കാര്യം, എന്നെ കുരുതി കൊടുത്ത് പോകരുത്, മാമനും കൂടെ കുടിച്ചിട്ട് പോയാ മതി. എടാ, നിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒരു വക ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അത് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ കാര്യം അവൾക്ക് അറിഞ്ഞൂടാ. അത് മാത്രമല്ല മൊബൈലിൽ നോക്കാൻ എനിക്ക് ഓർമ്മ ഉണ്ടാക്കാം. മനസ്സിലാക്കണം ഒരു കാര്യം. എന്തോന്ന് മനസ്സിലാക്കണം? കഴിഞ്ഞ ആഴ്ച ഇവളൊരു ഫിൽട്ടർ കോഫി എന്നും പറഞ്ഞ സാധനം എനിക്ക് ഉണ്ടാക്കി. ആ ഫിൽട്ടർ കോഫി കുടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഷട്ടറാണ് തുറന്നു വിട്ടത്. ഇതും പറഞ്ഞിട്ട് ഒന്ന് ഒരു പരിപ്പ് കറി എന്നും പറഞ്ഞ സാധനം ഉണ്ടാക്കി. ആ പരിപ്പ് കറി കഴിച്ചതും കാലിൽ നിന്നാണ് പെരുപ്പ് കറി. എന്നിട്ട് ഇതിന്റെ അകത്തൊരു കുരുക്കും അതിന്റെ കലിപ്പി തീർത്തത് ബാത്റൂമിന്റെ അകത്ത്. ഇവൾക്ക് ഒരു വക ഉണ്ടാക്കാറിഞ്ഞു. അതാണ്. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇവള് നിനക്ക് ഉണ്ടാക്കി തരുമല്ല ഓഫീസിൽ പോകുമ്പോ, അത് നീ എന്ത് ചെയ്യൂടാ? ആര് കഴിക്കണ്? ഓഫീസിൽ പോണ വഴിക്ക് 10-35 പട്ടിയുണ്ട്, ഞാൻ ഈ പട്ടിക്ക് കൊടുക്കും. ദോഷം പറയില്ല, ഇപ്പൊ ഒരു പട്ടിയാ പഞ്ചായത്തിൽ കാണാനില്ല. എന്റെ വണ്ടി കാണുമ്പോഴേ പട്ടികൾ പരക്കം പായാണ്. കാര്യം തന്നെ നിന്റെ പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരും. പുതിയൊരിടം തേടും. മരണത്തിന്റെ മണം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പായസം. ഇത് എന്ത് മോളെ ഈ കളറിൽ ഇങ്ങനെ ഒരു പായസം? ഇതാണ് 16 കൂട്ടിട്ടുണ്ടാക്കിയ പായസം. 16 കൂട്ട് പായസം എന്ന് പറയുമ്പം അത്തി ഇത്തി ചെമ്പരത്തി, പിന്നെ മല്ലിയില, പിന്നെ കറിവേപ്പില, പുതിനയില, പിന്നെ മധുരത്തിന് കരിമ്പ്, കൽക്കണ്ടം, പിന്നെ കറ്റാർവാഴ, മുക്കൂറ്റി, അങ്ങനെ മൊത്തം 16 കൂട്ടിട്ട് ഉണ്ടാക്കിയ പായസമാണ് ഇത്. എനിക്കൊരു സംശയം, ഇതെല്ലാം കൂടെ കലക്കി തലേ തേക്കാനാണോ കുടിക്കാനാണോ? കേട്ടോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയാമോ? അപ്പൊ പിന്നെ അതെടുത്ത് കുടിക്കങ്ങോട്ട്. കുടിക്കണോ അല്ലേ? കുടിക്ക് മാമ, കുടി. മാമനല്ലേ വയസ്സിൽ മൂത്ത മാമൻ കുടി. കുടി 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 കുടിക്ക്. കുടിക്കണോ? ഇത് കുടിച്ചിട്ട് നിങ്ങൾ റിവ്യൂ പറയണം. എന്നാലേ എനിക്ക് എന്റെ യൂട്യൂബ് ചാനലില് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് ഫോൺ എടുത്തോണ്ട് ഓടി വരാമേ. ഇത് കുടിച്ചു കഴിഞ്ഞാലേ അപ്പിലോഡ് ആവും, ഡൗൺലോഡ് ആവും. എന്ത് ചെയ്യൂടെ ഇത്? എന്ത് ചെയ്യും മാമ? നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മനുഷ്യനും ഇല്ലേ മാമ ഈ നാട്ടിൽ? കാര്യം ചെയ്യട്ടെ, നമുക്ക് അടി കൂടിയിട്ടേ തട്ടിക്കളഞ്ഞാലോ? തട്ടി തറയിലാണ് ഇവിടെ അവളെ നാക്കി കുടിപ്പിക്കും. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ വെളിയിൽ കാണുന്ന പൊട്ടക്കിണറില്ലേ, അത് ചാടിയാല വെള്ളം കുടിച്ച് ചത്തുപോകുന്നു. വെള്ളം കുടിച്ചല്ലേ ചാവുള്ളൂ, ഇത് കുടിക്കേണ്ടി വരൂല. ആരും രക്ഷിക്കാം ഒരു മനുഷ്യനും വരണില്ലടാ ഈ പഞ്ചായത്ത്. ഞാനുണ്ട്. ശേഷം നീയുള്ളോരോ ബാബു, മെമ്പർ ബാബു.
അതായത് നിങ്ങളുടെ എല്ലാം സഹകരണത്തോടു കൂടി കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ അയ്യോ ത്രിതലേന്നൊന്നും പറയല്ലേ പച്ചലേന്നാനും കേട്ടുകഴിഞ്ഞാൽ അവൾ അത് വെട്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ട് എന്നാൽ കഴിഞ്ഞ ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. അടിപൊളിയാണ്. എല്ലാ വീടുകളും കയറി നന്ദി പറയാനാണ് വന്നത്. ആ ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടാ. വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കയറി നന്ദി പറയും. അത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം ഈ പഞ്ചായത്ത് ഇതിനൊന്നും കാണൂല. നിങ്ങൾ ഇതൊക്കെ പറയൂന്ന് എനിക്കറിയാം. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്റെ പരിപാടി. അതായത് എന്റെ പ്രകടന പത്രികയിൽ ആദ്യം പറഞ്ഞ എന്താണ്? നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഉണ്ട് അത് തെളിയിക്കാനാണ്. ഇതിപ്പോ ആരാ വീട്? എന്റെ വീട് അല്ല, നമ്മളെ വീട്. ഇതാര്? എന്റെ മാമൻ. ഇല്ല, എമ്മടെ ഇതാര്? എന്റെ മരുമോൻ. അല്ല, നമ്മടെ മനുമോൻ. ഇതെന്തോന്ന്? എന്റെ ഭാര്യ ഉണ്ടാക്കിയ പായസം. അല്ല, നമ്മുടെ ഭാര്യ. നമ്മളുണ്ടാക്കിയ പായസം. ഇത് ആരുടെ ചോദിക്കേണ്ട കാര്യമില്ല. ഇതെന്റെ പൈസയാണ്, ഞാൻ കുടിക്കും. ആരും ചോദിക്കേണ്ട കാര്യമില്ല. ഒരു പട്ടിയുടെ ഞാൻ പദം വേണ്ട. ആദ്യമായിട്ട് മെമ്പർ പഞ്ചായത്തിന് നല്ലൊരു കാര്യം ചെയ്യും. ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അടിപൊളി. ഇപ്പോഴേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പ്രകടന പത്രികയിൽ രണ്ടാമത് എന്താണ് ഞാൻ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നമ്മളെ ഈ നാടിനെ ടൂറിസം വില്ലേജ് ആക്കി മാറ്റും. മിക്കവാറും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ടൂറിസം വില്ലേജ് ആവും. അല്ല, അങ്ങനെയാണെങ്കിൽ സ്വന്തം വീടായിട്ട് കണ്ട സ്ഥിതിക്ക് ഇതും കൂടെ ഒന്ന് കുടിക്കണം. കുടിക്കും. ചോദിക്കണ്ട, പറയണ്ട, ഒരു തരത്തിലും ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. മെമ്പറെ കൊണ്ട് ജനങ്ങൾക്കൊരു നല്ല ഗുണമുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസം വില്ലേജ് എങ്ങനെ നമുക്ക് ആക്കിയേ പറ്റൂ. വെറും ടൂറിസം അല്ല, എക്കോ ടൂറിസം. അപ്പോ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. ഞാൻ എന്തായാലും പോവുകയാണ്. 300 വീട് കയറുന്ന. ശരി. അപ്പൊ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല. അയ്യേ അതാണ് പറഞ്ഞ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോമൺ പീപ്പിൾ. എന്ന് വെച്ചാ അവള് ശരിയായെന്ന് ഇപ്പൊ എല്ലാം ഉണ്ടാക്കി ശരിയായില്ലേ? എല്ലാം ശരിയായി സെറ്റായെന്ന് തോന്നുന്നു. വെറുതെ അവളെ ഓരോ ഗ്ലാസ് പായസം വാങ്ങിച്ച് കുടിക്കാല്ലേ? വിഷമിപ്പിക്കുകയും ചെയ്തു. അതെ, വീട് വരെ എത്താൻ പറ്റുന്നില്ല. എവിടെ ബാത്റൂം? എന്റെ ബാത്റൂമാ. നിന്റെ ബാത്റൂം ഇല്ല, നമ്മുടെ ബാത്റൂം എവിടെ? അവിടെ അമ്മ, ഈ മെമ്പർ ഇങ്ങനെ ഓടുന്നത്? ഈ കാരണം ഓടിയത് ഞാൻ എന്തോ ഇത് ഇത് എന്തോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? 16 കൂട്ട് പായസം. ആ 16 കൂട്ട് പായസത്തിന്റെ 28 കൂട്ടം പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അത്രേ ഉള്ളൂ. അതെന്താന്നറിയോ, ഈ ചിലർക്ക് ചേമ്പല വയറിന് പിടിക്കൂല. ആ, പിന്നെ ആടലോടകത്തിന്റെ മണം പോണ്ടേ? ആടലോടകം കിട്ടാ. പിന്നെ 16 കൂട്ട് തികയ്ക്കണ്ടേ? ഒരു മെമ്പറെ കൊന്ന കേസും കൂടെ ഒരു വേറെ പ്രശ്നമൊന്നും. മെമ്പറെ, ഇതിലാര് ഈ പായസം ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയത് മെമ്പറാ. ഞാൻ സൂപ്പർ പായസം. താങ്ക് യു. ഇത് എന്തോന്ന് പായസം? ഇതാണ് 16 കൂട്ട് പായസം. ഇത് 16 കൂട്ട് പായസമല്ല, എന്റെ 16 അടിയന്തര പായസം. ഇങ്ങനെ ആർക്കും ഉണ്ടാക്കി കൊടുക്കല്ലേ പൊന്നപ്പി. പോട്ടാ, 300 വീട് കയറിയേ പറ്റൂ. ശരി, ഇതൊരു വീടും കേറാൻ പറ്റൂല. മോട്ടറടിച്ചോ, വെള്ളം ഒരുപാട് വേണ്ടി വരും. ഞാൻ എന്തോ ചെയ്തത്? എല്ലാം ഇവിടെ മൊബൈൽ നോക്കിയുള്ള പാചകത്തിന്റെ കുഴപ്പമുണ്ട്. ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കി തന്നപ്പോ ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. ഞാൻ മനോട്ടൻ എന്നും ഞാൻ ഓഫീസിൽ പോകുമ്പോ ഇത് തന്നെയല്ലേ തന്നു വിടുന്നത്. എന്നിട്ട് ഇതുവരെ ഒരു കുഴപ്പം മനോട്ടൻ ഉണ്ടായില്ലല്ലോ. ആര് പറഞ്ഞ പ്രശ്നമില്ലെന്ന് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് വന്ന് നടക്കണ്. എന്തോന്ന്? തെരുവട്ടിയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞു. അമ്മാവൻ എന്തെങ്കിലും മിണ്ടാതെ നിൽക്കണം. അമ്മാവൻ പറ അമ്മാവ. ഞാൻ അമ്മാവൻ ഉണ്ടാക്കി തന്നിട്ട് ഇന്ന് വരെ ഒരു കുഴപ്പം അമ്മാവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ അടുത്ത്. നീ ഉണ്ടാക്കി തന്നിട്ടേ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ടേ വാ അല്ല തുറക്കണത്. അതാണ് എന്റെ മെയിൻ പ്രശ്നം. ഇതിപ്പോ ഞാനല്ലേ ഞാൻ നിന്നോടൊരു കാര്യം പറയും. ഇതൊന്നും കണ്ട ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാക്കി നമുക്ക് തരരുത്. അയ്യോ, ഇങ്ങ് വാ. ഇവിടെ വന്ന് നെല്ല് 3 ഹോട്ടലിലേ ഇവിടെ നിന്ന് കിട്ടുള്ളൂ. ഇതിനിങ്ങനെ ഒരു ദ്രോഹം ഇങ്ങനെ മനുഷ്യടുത്ത് ചെയ്യരുത് കേട്ടോ. ഇത് കള്ള് മുള്ളിട്ട് ആ പായസം ഉണ്ടാക്കിയത് കുത്തി കയറണം. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഒരു വീട്ടിൽ ചെന്നും ആരടുത്ത് ചോദിക്കാതെയും പറയാതെയും ഒരു വകയും കുടിക്കുകയും ചെയ്യരുത്, ഒരു വകയും കഴിക്കുകയും ചെയ്യരുത്. ഞാൻ മേലെ ഈ ഏരിയ കാര്യം കുത്തും. അയ്യോ മെമ്പർ അത് പറയല്ല. അപ്പൊ നമ്മളെ ടൂറിസത്തിന്റെ കാര്യം ആദ്യം എന്റെ ടൂറിസത്തിന് തീരുമാനം ഉണ്ടാക്കട്ടെ. അതിനുശേഷം നിന്റെയൊക്കെ ടൂറിസത്തിന് തീരുമാനം ഉണ്ടാക്കാം. എന്റെ കുഞ്ഞേ, എന്റെ പഞ്ച് പറയാൻ പോലും പറ്റണില്ലല്ലോ. നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നീ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ
മൊബൈലിൽ നോക്കി പരീക്ഷിക്കുകയാണെങ്കിൽ നീ അത് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് തരരുത്. വല്ല കുക്കറി ഷോയിലും പോയി നടത്തിക്കോണം. അപ്പൊ എന്റെ അടുത്ത് സ്നേഹമുണ്ട്. എന്റെ അടുത്ത് സ്നേഹം ഉണ്ടായിട്ടല്ല, അതാവുമ്പോ നമ്മൾ കണ്ടാ മതിയല്ലോ, ഇതുപോലെ കഴിച്ച് അനുഭവിക്കണ്ടല്ലോ. കേട്ടോ അയ്യോ മെമ്പറെ, മിക്കവാറും റിയൽ ഷോ ഉണ്ടാവും. Very nice.